കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നായ ആലപ്പുഴ ബീച്ചിൽ പുതുവത്സരം ആഘോഷിക്കാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. സമീപ ജില്ലകളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുപോലും ആയിരങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കടൽ മത്സ്യങ്ങളുടെ പ്രദർശനം കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ആകർഷണമായി മാറുകയാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ എക്സിബിഷനാണ്. ആദ്യത്തെ എക്സിബിഷൻ എറണാകുളം ദർബാർ ഹാളിൻ്റെ അടുത്തുള്ള എറണാകുളത്ത് ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു. അതിലാണ് തുടക്കം. ജനങ്ങളുടെ വമ്പൻ അതിഗംഭീരമായ വരവേൽപ്പായിരുന്നു എറണാകുളത്ത് ലഭിച്ചത്. അത് ഞങ്ങൾക്ക് നല്ല പ്രചോദനമായി. അതിനുശേഷം കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലും അതിലും ഗംഭീരമായ വരവേൽപ്പാണ് ലഭിച്ചത്. കാരണം ഇതുപോലുള്ള ഒരു പരിപാടി ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വരെ റെസ്പോൺസ് കിട്ടിയത്. അപ്പോൾ ആലപ്പുഴ ഇതുവരെയ്ക്കും നല്ല റെസ്പോൺസാണ്. ജനങ്ങൾ സാറിന് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഇഷ്ടം പോലെ വരിയായി നിന്ന് ജനങ്ങളാണ്. ഒരു 6-7 മണിക്ക് ശേഷം ടിക്കറ്റ് എടുത്ത് നല്ല തിരക്കായിരിക്കും. ഇതിന് പ്രധാന കാരണം, ഇത്ര ജനക്കൂട്ടം വരാനുള്ള പ്രധാന കാരണം, ഒന്നാമത്തെ കാരണം ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ലാർജസ്റ്റ് പോർട്ടബിൾ മറൈൻ അക്വേറിയം. അതായത് എല്ലായിടത്തും മറൈൻ അക്വേറിയം എന്ന് എഴുതുന്നുണ്ടെങ്കിലും അവിടെ കടൽ മത്സ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ DQF നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മറൈൻ വേൾഡിലൂടെ കടൽ മത്സ്യങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള പോർട്ടബിൾ അക്വേറിയം നമുക്കുണ്ട്. ഏഞ്ചൽ റേ തുടങ്ങിയ കൊമ്പാൻ തുടങ്ങിയ അപൂർവ മത്സ്യങ്ങൾ, കൂടാതെ നമുക്കുള്ളത് ബഫർ ഫിഷ്, നിരവധി വളരെ അപൂർവമായ മത്സ്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. കളർഫുള്ളായ ഏഞ്ചൽ റേ ഒക്കെ കളർഫുള്ളാണ്. കുട്ടികൾ കണ്ടാൽ തന്നെ ഓടി വന്ന് നോക്കും. നമുക്ക് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഫാമുണ്ട്. കമ്പനി തന്നെ ഒരു ഫാമുണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള മത്സ്യങ്ങളെല്ലാം അവിടേക്ക് മാറ്റും. എന്നിട്ട് അവർക്ക് കറക്റ്റ് പരിചരണം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവരെ പൂർണ്ണമായി അവരെ ആ മൂഡിലേക്ക്, അത് തന്നെ പറയാം, ആ പഴയ മൂഡിലേക്ക് മാറ്റി അടുത്ത ക്യാമ്പിലേക്ക് കൊണ്ടുവരുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ അവർക്ക് എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയെങ്കിൽ അത് ചികിത്സിക്കാൻ വേണ്ടി തന്നെ 24 മണിക്കൂർ 2 പേരുണ്ട്. ഭക്ഷണം കൊടുക്കാൻ, ഓക്സിജൻ അളവ് നോക്കാൻ, വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ, വെള്ളം എത്ര വേണം അതെല്ലാം നോക്കാൻ, pH ലെവൽ വരെ, സലൈൻ ലെവൽ വരെ നോക്കാനുണ്ട്. കടൽ മത്സ്യങ്ങളെ കണ്ടിറങ്ങുന്ന കസ്റ്റമേഴ്സ് വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലാണ്. അതായത് ഒരു കസ്റ്റമർ നടക്കുമ്പോൾ വലത് സൈഡിലും ഇടതുവശത്തും മുകളിലൊക്കെ മീനിനെ കാണാൻ പറ്റും. ഡബിൾ ഡെക്കർ എഫക്റ്റ് എന്ന് പറയും. അതാണ് 24 മണിക്കൂർ മോണിറ്റർ ചെയ്യും. നമുക്ക് CCTV മോണിറ്ററിങ് വരെ ഉണ്ട്. അപ്പോൾ മത്സ്യങ്ങളെ തുടർച്ചയായി മാറ്റുക, ഒരു വെള്ളത്തിൻ്റെ ഓക്സിജൻ ലെവൽ, pH, സലൈൻ ലെവലെല്ലാം ചെക്ക് ചെയ്യുക. മറൈൻ ഫിഷാണ് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ടത്. ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി നന്നായിട്ട് ഊർജ്ജസ്വലതയോടെ നിൽക്കുക. അവർക്കുള്ള ഭക്ഷണം അതെല്ലാം നോക്കാൻ ആളുകളുണ്ട്. വളരെ കെയറോടുകൂടിയാണ് ചെയ്യുന്നത്. അതെ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ സുരക്ഷ, കസ്റ്റമേഴ്സിന് സുരക്ഷയെ പോലെ തന്നെയാണ് മത്സ്യങ്ങളുടെ സുരക്ഷയും. അപ്പോൾ അതിനുള്ള പരിസ്ഥിതി കറക്റ്റായി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പ്രധാന കാര്യം. അത് ലൈറ്റ് വരെ നോക്കിയിട്ടേ ഇടാൻ പാടുള്ളൂ. കമ്പനിയുടെ പേര് DQF ഏജൻസി. എറണാകുളം ബേസ് ചെയ്ത കമ്പനിയാണ്. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ പരിപാടിയാണ്. അടുത്തത് ഇതുമായി മുന്നോട്ട് പോകണമെന്നാണ്. ഞങ്ങളുടെ ഒരു മാർഗദർശിയുണ്ട്, ശ്രീ ഫയാസ് റഹ്മാൻ. അദ്ദേഹമാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 4-5 പേര് കൂടിയിട്ടാണ്. നമ്മുടെ കോൺസെപ്റ്റ് പറഞ്ഞാൽ, കേരള ജനതയ്ക്ക് ഇപ്പോൾ ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ 100-200 റിയാലൊക്കെ വെച്ചിട്ട് വേണം ഇതുപോലത്തെ ഒരു ഷോ ആണ്. ഇത് നമ്മൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിന് തന്നെ സാറ് ഇറങ്ങി വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും, ഇത്രയും നല്ല രീതിയിൽ ക്വാളിറ്റിയോടുകൂടിയും ക്ലീനിനെസ്, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡെലിവറൻസ്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ്. ഓരോ പരിപാടി കഴിയുമ്പോഴും ഞങ്ങളുടെ ഫയാസൊക്കെ തന്നെ പറയും, ഇന്ന കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഫസ്റ്റ് ഒരു AC-യുടെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ചൂടാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കയറുന്ന കസ്റ്റമർക്കെല്ലാം തണുത്ത് ഉറഞ്ഞിട്ടായിരിക്കും ഉള്ളിൽ പോവുക. കാരണം അത്രയും നമ്മൾ AC കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്തു. കൊല്ലത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ്. കൊല്ലത്ത് നിന്ന് മറൈൻ ഫിഷ് കുറവാന്ന് പറഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ മറൈൻ ഫിഷിന് വേണ്ടി മാത്രം ടാങ്ക്സ് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ കേരള ജനതയുടെ മൊത്തം സപ്പോർട്ട് വേണം. കേരളത്തെ എല്ലാ ഭാഗത്തും കാണിക്കണം എന്നാണ് കമ്പനിയുടെ ആഗ്രഹം. ഇവിടെ തന്നെ വെച്ച് കാണാൻ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്, നല്ല മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും.